ഗ്ലിറ്റർ ട്യൂബ് ഈ കളർ വേണം കസ്റ്റമർ പ്രിഫർ ചെയ്തപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുതിയ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേപോലെ ഗ്ലിറ്റർ ട്യൂബ്സ് ഒന്നും തികയാതെ വരുമ്പോൾ ഞാൻ ചെയ്യണ ഒരു കുഞ്ഞു ടെക്നിക്കാണ് കേട്ടോ. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഓർഡറിൻ്റെ മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് ഇനി വരാൻ പോണ ഹെയർ ബാൻഡ്സ് ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ചെയ്യുന്ന ഓർഡേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3/4 മണിക്കൂർ കൊണ്ട് ഒരു 5-8 ഹെയർ ബാൻഡൊക്കെ ചെയ്ത് തീർക്കാറുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള മോഡൽസാണ് കേട്ടോ ട്രൈ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരേപോലെ ബീഡ്സ് ഇടാം കേട്ടോ. കറക്റ്റ് സെൻറ്ററിൽ നമുക്കപ്പോൾ കിട്ടും. ഞാൻ ഈ ഒരു കളറും വൈറ്റ് ചെറിയൊരു ബീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ബീഡ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ലെറ്റർ ബീഡ് ആണുള്ളത് എങ്കിൽ ലെറ്റർ ബീഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നടുവിൽ സെൻട്രലായിട്ട് അതന്നെ ആദ്യം ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് നെയിം ഉണ്ടെങ്കിൽ അത് ഓർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെറ്റർ ബീഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ശേഷം എന്ത് ചെയ്യുക, ഇതൊന്ന് ഗമ്മ് വെച്ച് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാൻ അവസാനമാണ് ഗമ്മ് വെച്ച് ഒട്ടിച്ചത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ പറ്റിയാൽ ഗമ്മ് വെച്ച് ഒട്ടിച്ചാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനത്തേക്ക് വെച്ചത്. ഇപ്പോൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ഗ്ലിറ്റർ ട്യൂബും ഈ 2 സൈഡിലായിട്ട് കോർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നും വീഡിയോ ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇത്ര തന്നെ മേക്കിംഗ് ടൈം എടുത്തിട്ടുള്ളൂ. നമ്മൾ വീഡിയോ ഫാസ്റ്റാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി 2 സൈഡിലും എൻഡ് ടാപ്പോ എൻഡ് ബീഡോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു എൻഡ് ബീഡാണ് എടുത്തത്. അപ്പോൾ എൻഡ് ബീഡ് വെക്കുന്നതിൻ്റെ മുന്നേ എന്തായാലും ഗം ഒട്ടിക്കാൻ മറക്കരുത്. ഞാനിതാ 2 സൈഡിലും ഇതേപോലെ ഒരേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് 2 സൈഡിലും എൻഡ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ മാത്രമല്ല, ഞാൻ ഈ നമ്മുടെ ബീഡ്സ് വെച്ചിട്ടില്ലേ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഗം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഹെയർ ബാൻഡ് കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആൾ അംഗനവാടിയിലാണ്. അപ്പോൾ വെക്കേഷനാണ് ഈ സമയത്ത്. ക്ലാസ് തുടങ്ങുമ്പോഴേക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അവൾ 8 ഹെയർ ബാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാനും എല്ലാത്തിനും 25 റുപ്പീസ് വെച്ചിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു 30-35 ഒക്കെ വാങ്ങിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള മോഡൽസാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഒട്ടും സമയം എനിക്കിടൊന്നും ആയിട്ടില്ല. അതുകൊണ്ടും പിന്നെ എൻ്റെ മകളെ പോലെയാണ് അവളെ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചാർജ് ചെയ്തത്. പിന്നെന്താണ്, ഇപ്പോൾ മെയിനായിട്ട് ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ എടുക്കാറ്. അപ്പോൾ വീഡിയോയിൽ കാണിച്ചത് ഞാൻ അധികം സെയിൽ ചെയ്യാറില്ല. അപ്പോൾ ഇതങ്ങനെ സെയിൽ ചെയ്തതാണ്. പിന്നെ ഇനിയൊരു അടുത്ത മോഡൽ ഹെയർ ബാൻഡ് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത മോഡൽ നമ്മൾ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബോയിൽ ചെയ്തതാണ്. അപ്പോൾ സാറ്റിൻ കവേർഡ് ഹെയർ ബോയും കുറച്ച് ഫ്ലവേഴ്സും ഉണ്ടെങ്കിൽ, ഫോം ഫ്ലവേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹെയർ ബാൻഡ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ ഭംഗിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ പീസിൽ ഗമ്മാക്കിയിട്ട് താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഹെയർ ബാൻഡ് കുറച്ച് ഫ്ലവേഴ്സും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറേ മോഡൽ ഹെയർ ബാൻഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു ഗ്ലൂ ഗണ്ണൊക്കെ ഇപ്പോൾ കഴിയുന്നത് വാങ്ങിച്ച് വയ്ക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ ഗമ്മിൻ്റെ പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തു. താഴെ ദെൻ ഫ്ലവർ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവർ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കും വരെയും എനിക്കിത് ഞാൻ ഏത് മോഡൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കൈ തോന്നിയ പോലെ ഫ്ലവേഴ്സൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ കളർ ഡ്രസ്സും കുഞ്ഞിനുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കോമൺ കളേഴ്സ് റെഡ്, പിങ്ക്,
യെല്ലോ, അങ്ങനെ കുറച്ച് കോമൺ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. കസ്റ്റമർക്ക് യാതൊരു പ്രിഫറൻസും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തു കൊടുത്താണ്. അവരൊരു മോഡലും പറഞ്ഞിട്ടുണ്ടായില്ല. ഒരു പർപ്പിൾ കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു കളറ്, പർപ്പിൾ കളറ് കുറച്ച് ഇതേപോലത്തെ പോളൻസും കൂടി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുകൂടെയൊക്കെ ചെറുതായിട്ട് ഒരു ചെറിയൊരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പലരും നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആരും എന്തായാലും എൻകറേജ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടട്ടെ എന്നൊന്നും വിചാരിക്കില്ല. ഡിസ്കറേജ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ താല്പര്യമുള്ളവരാണ്, പക്ഷേ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ വളരെ ചെറിയൊരു എമൗണ്ടിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ചെയ്തു നോക്കുക. പിന്നെ ഇവൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. ഒരു 10 ഹെയർ ബാൻഡ് വാങ്ങിച്ചാൽ ഒരു 80 രൂപ 90 രൂപയെ വരുള്ളൂ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പുറമേ നിന്ന് വാങ്ങിക്കുന്ന നല്ലൊരു എമൗണ്ട് ലാഭിക്കാൻ പറ്റും. അതുമാത്രമല്ല നല്ല ക്വാളിറ്റിയിലും ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങളെ അണിയിച്ചൊരുക്കുകയും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ് ഹെയർ ബാൻഡ് കേട്ടോ. ഇത് 2 സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്തതുകൊണ്ട് നിങ്ങളെയൊക്കെ കുറേ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിലൂടെ. അപ്പോൾ ശരിക്കും നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കണ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. കാരണം കമൻ്റ് ഇടുന്ന പല ആൾക്കാരെയൊക്കെ ഇപ്പോൾ എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ, ഫ്രണ്ട്സ് തന്നെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നേരിട്ട് ആരെയും പരിചയമില്ല കേട്ടോ. ചാനലിൽ വന്നതിന് ശേഷം കമൻറ്റൊക്കെ ഇട്ടിട്ടൊക്കെ പരിചയമുള്ളതാണ് പലരെയും. അപ്പോൾ എല്ലാവരോടും സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ നൽകിയ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് മടിയാവുന്നുണ്ട്, എന്നാലും ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ ഏത് ഹെയർ ബാൻഡാണ് ഇഷ്ടമെന്ന് ഒന്ന് പറയണേ. അപ്പോൾ 2 സിമ്പിളായി പോയി എന്നറിയാം. ഇനിയും വെറൈറ്റി ഹെയർ ബാൻഡ്സൊക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. താങ്ക് പിന്നെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നവരോടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ പ്രൊഡക്ട്സിന് ഓർഡർ തരുന്നതിന് മുൻപ് വീഡിയോസിൻ്റെ ഡേറ്റും കൂടി ഒന്ന് നോക്കണേ. അപ്പോൾ പുതിയ വീഡിയോസിന് കമൻറ്റ് ചെയ്യുക, അതിന് ഓർഡർ ചെയ്യുക. അപ്പോൾ പഴയതൊക്കെ ആകുമ്പോൾ അതൊക്കെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാകും. കിറ്റുകൾ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല, കുറച്ച് കിറ്റേ സെറ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ പുതിയ ഓഫർ കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിന് മെസ്സേജ് അയക്കാം കേട്ടോ. താങ്ക്